കോട്ടയം CMS കോളേജിലെ പഠനവും അതിനുശേഷം അവിടെ പഠിപ്പിക്കാനായിട്ട് ഞാൻ കയറിയതും ഒക്കെ നിങ്ങളുമായിട്ട് അല്പം ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോട്ടയം CMS കോളേജിൽ ഞാൻ പഠിക്കാനെത്തിയത് 1972 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1967 മുതൽ 72 വരെ ഞാൻ പഠിച്ചത് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലാണ്. പ്രീ ഡിഗ്രിയും BSCയും പഠനം പൂർത്തീകരിച്ചത് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ നിന്നാണ്. വീട്ടിൽ നിന്ന് പോയി വരാവുന്നതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം രാവിലെ ബസ്സിൽ വന്ന് വൈകിട്ട് തിരിച്ചു പോകുന്ന ആ പഠനമായിരുന്നു ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലേത്. പക്ഷേ കോട്ടയത്തെത്തിയപ്പോൾ ഞാൻ താമസിക്കുന്നത് ഹോസ്റ്റലിലാണ്. അവിടെ ഞാൻ താമസിച്ചത് PG ഹോസ്റ്റലിലാണ്. PG ഹോസ്റ്റലിലെ എൻ്റെ ജീവിതം എന്തുകൊണ്ടും വ്യത്യസ്തമായിരുന്നു. കാരണം നമുക്കറിയാവുന്ന പോലെ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് കോട്ടയം പട്ടണത്തിലേക്ക് ഞാൻ വരികയാണ്. കോട്ടയം പട്ടണം എന്ന് പറയുമ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. അക്ഷരനഗരി എന്നാണ് കോട്ടയത്തെക്കുറിച്ച് പറയുന്നത്. കോട്ടയത്തെക്കുറിച്ച് അറിയപ്പെടുന്നത് 3 ലെറ്റേഴ്സിലാണ്, 3 എല്ലിലാണ്. ഒന്ന് ലെറ്റേഴ്സ്, ലേക്ക് ആൻഡ് ലാറ്റക്സ്. അതായത് അക്ഷരങ്ങളുടെയും തടാകങ്ങളുടെയും റബ്ബറിൻ്റെയും നാടാണ് കോട്ടയം. ആ കോട്ടയത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് CMS കോളേജ്. ഏകദേശം 47 ഏക്കറോളം വിസ്തൃതമായ സ്ഥലത്തിൻ്റെ നടുവിൽ CMS കോളേജ്, കോട്ടയത്തിൻ്റെ നഗരത്തിൻ്റെ നടുവിൽ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന CMS കോളേജിൽ പഠിക്കുക, അവിടെ പഠിക്കാൻ വരിക എന്നത് ഒരു ബഹുമതി തന്നെയാണ്. അവിടെ പിന്നീട് പഠിക്കുക മാത്രമല്ല, അവിടെ പഠിപ്പിക്കാനും എനിക്ക് അവസരം ലഭിച്ചത് മറ്റൊരു ചരിത്രം കൂടിയാണ്. അപ്പോൾ ഞാൻ അവിടെ ഹോസ്റ്റലിൽ പഠിക്കാൻ വന്നു. കോളേജ് പ്രശസ്തമായ കോളേജാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം 1816 ആരംഭിച്ചതാണ് കോട്ടയം CMS കോളേജ്. ഞാനവിടെ പഠിക്കാൻ വരുമ്പോൾ ഏകദേശം 155 വർഷം കഴിഞ്ഞിരിക്കുന്നു. CMS കോളേജിലെ ഗ്രേറ്റ് ഹാള്, CMS കോളേജിലെ ചാപ്പൽ, CMS കോളേജിലെ ഗ്രാമർ സ്കൂള്, ഇതൊക്കെ വളരെ പ്രശസ്തമായ ബിൽഡിങ്ങുകളാണ്. ഗ്രേറ്റ് ഹാള് 1892 നിർമ്മിച്ചതാണ്. അന്ന് അവിടുത്തെ പ്രിൻസിപ്പളായിരുന്ന ആദം ചാപ്മാൻ എന്ന ആളാണ് അത് നിർമ്മിച്ചത്, ഡിസൈൻ ചെയ്തത്. അന്നത്തെ കാലത്ത് 1892 500 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹാളായിട്ടാണ് അത് പണിതത്. അതുകൊണ്ടാണ് ഇതിനെ ഗ്രേറ്റ് ഹാൾ എന്ന് പറയുന്നത്. അന്ന് കോട്ടയത്ത് നടന്ന പല ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങുകളും കൂടുതൽ പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള മീറ്റിങ്ങുകളെല്ലാം അവിടെയാണ് നടന്നിരുന്നത്. ഏകദേശം ഒന്ന് ആലോചിച്ച് നോക്കണം, അത്രയും ഒരു വിശാലമായ ചിന്തിക്കുവാനും അത്രയും പേർക്ക് ഇരിക്കുവാനും. അന്നും ആ ഗ്രേറ്റ് ഹാള് ഇന്നും അതുപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. യാതൊരു വ്യത്യാസവുമില്ല, ഒരു വ്യത്യാസമില്ല. പെയിൻറ്റ് പോലും മാറ്റിയില്ല. പെയിൻറ്റ് അടിച്ചാലും അതേ സെയിം കളർ പെയിൻറ്റ് അടിക്കുന്നു. പെയിൻറ്റ് പോലും വ്യത്യാസമില്ലാതെ ആ ഗ്രേറ്റ് ഹാള്. ഞാൻ അവിടെ ആ ഗ്രേറ്റ് ഹാളിൽ പ്രഗത്ഭരായവരെ കേൾക്കാനും അതുപോലെ തന്നെ ആ ഗ്രേറ്റ് ഹാളിൽ പല പ്രാവശ്യം അതിൻ്റെ വേദിയിലിരുന്ന് സംസാരിക്കുവാനും അഭിസംബോധന ചെയ്യാനും ഒക്കെ എനിക്ക് പിന്നീട് ഭാഗ്യം സിദ്ധിച്ചത് ഒരു ചരിത്ര സംഭവമാണ്. അതുപോലെ തന്നെ അവിടുത്തെ ചാപ്പലും അതുപോലെ അവിടുത്തെ പഴയ പ്രിൻസിപ്പളാണ് ആയിരുന്ന. അന്നൊക്കെ പ്രിൻസിപ്പൾമാരെല്ലാവരും വിദേശികളാണ്, സായിപ്പന്മാരാണ് പ്രിൻസിപ്പൾ. അവർ ഗോത്തിക് ആർക്കിടെക്ചറിൽ വെച്ച് സ്റ്റൈലിൽ പണിതതാണ്. അവിടുത്തെ പ്യൂസൊക്കെ ഒന്ന് പോയി കാണണം. പ്യൂസും അതുപോലെ തന്നെ അതിന് മറ്റ് പുൽപ്പറ്റുമൊക്കെ പ്രത്യേക രീതിയിലാണ്. അത് മറ്റു പള്ളികളിൽ ഒന്നുമില്ലാത്ത ഒരു രീതിയിലാണ് കോട്ടയം CMS കോളേജിലെ ആ ചാപ്പൽ. അതുപോലെ തന്നെ ഗ്രാമർ സ്കൂളിനെ കോളേജിനോളം 1816 തന്നെ ഉണ്ടാക്കണം. കോളേജിനോളം പഴക്കമുണ്ട് ഗ്രാമർ സ്കൂൾ. അങ്ങനെയുള്ള പ്രശസ്തമായ കോളേജിലാണ് ഞാൻ പഠിക്കാൻ ചെല്ലുന്നത്. ആ പ്രശസ്തമായ കോളേജ് എന്ന് പറഞ്ഞാൽ പല പ്രഗത്ഭരും നടന്നു നീങ്ങിയ മണ്ണാണ് കോട്ടയം CMS കോളേജ്. ശാസ്ത്രജ്ഞന്മാർ, നയന്ത്രജ്ഞന്മാർ, അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന KR നാരായണനെ, അതുപോലെ തന്നെ പ്രശസ്ത ഫിസിക്സ് ശാസ്ത്രജ്ഞനായ ECG സുദർശന്, അതുപോലെ KP കേശവമേനോന്, ഇങ്ങനെയുള്ളവരുള്ള പ്രഗത്ഭരായ ഒരു കോളേജിൽ ഞാനും പഠിക്കാൻ വന്നു എന്നുള്ളത് ഒരു ബഹുമതിയും പദവിയുമായിട്ട് ഞാൻ കരുതിയിരുന്നു. അവിടെ ഞാൻ ഹോസ്റ്റലിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഹോസ്റ്റലിൽ നമ്മുടെ അന്ന് ഞാൻ PG ഹോസ്റ്റലാണ് താമസിച്ചത്. CMS കോളേജിലെ 3 ഹോസ്റ്റലുകളാണ്. ഒന്ന് ആസ്കത്ത് ഹോസ്റ്റൽ, അത് പ്രീ ഡിഗ്രിക്കാർക്കും ഡിഗ്രി ആൺകുട്ടികൾക്കും വേണ്ടിയുള്ളതാണ്. ആസ്കത്ത് ഹോസ്റ്റൽ 1814 പണിതതാണ്. അതും ആദം ആസ്കത്ത് എന്ന് ഫ്രാൻസിസ് ആസ്കത്ത് എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പൾ പണിതതാണ്, ഡിസൈൻ ചെയ്തതും പണിതതുമാണ്. ആ ആസ്കത്ത് ഹോസ്റ്റലും ഇന്നും അതുപോലെ തന്നെ നിൽക്കുന്നുവെന്നാണ്. ആ ആസ്കത്ത് ഹോസ്റ്റലിലെ ഒരു വാർഡനായിട്ടിരിക്കുവാനും എനിക്ക്
കോളേജിലെ ജോലിയിൽ പ്രവേശിച്ചപ്പം അവിടുത്തെ വാർഡനായിട്ട് ജോലി ചെയ്യുവാനും എനിക്ക് സാധിച്ചത് മറ്റൊരു ചരിത്രം കൂടിയാണ്. അതുപോലെ തന്നെ ലീഗ് ഹോസ്റ്റലുണ്ട്. ലീഗ് ഹോസ്റ്റലാണെങ്കിൽ പെൺകുട്ടികൾക്ക് മാത്രം പ്രീ ഡിഗ്രി മുതൽ PG വരെയുള്ള എല്ലാ പെൺകുട്ടികൾക്കും താമസിക്കാവുന്ന ഒരു ഹോസ്റ്റലാണ് ലീഗ് ഹോസ്റ്റൽ. ലീഗ് ഹോസ്റ്റലും പണിത് ഒരു പ്രിൻസിപ്പളാണ്. അതും ഒരു സായ് പ്രിൻസിപ്പളായിരുന്നു. CMS കോളേജിൻ്റെ അവസാനത്തെ ഫോറിൻ പ്രിൻസിപ്പളായിരുന്ന ഫിലിപ്പ് ലീ എന്ന് പറഞ്ഞ പ്രിൻസിപ്പൾ ഡിസൈൻ ചെയ്തതും നിർമ്മിച്ചതുമാണ് ലീഗ് ഹോസ്റ്റൽ. പിന്നെ ഞങ്ങളുടേതാണ് PG ഹോസ്റ്റൽ. PG ഹോസ്റ്റലിൻ്റെ നമ്പർ വളരെ കുറവായിരുന്നു. 20 വിദ്യാർത്ഥികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. അന്തേവാസികളും ഇനിമേറ്റ്സ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരോടൊപ്പം ഒരു നല്ല സുഹൃത്ത് ബന്ധം എനിക്ക് സ്ഥാപിക്കാനായിട്ട് സാധിച്ചു. വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് വന്നവർ, വിവിധ സാമ്പത്തിക സ്ഥിതിയിലുള്ളവർ, വിവിധ ചുറ്റുപാടുള്ളവർ, അങ്ങനെ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള പല സ്ഥലങ്ങളിൽ നിന്നും എത്തിയവരാണ് അവർ. അവരോടൊപ്പം ഒന്നിച്ച് ചേരുവാനും ഒന്നിച്ച് ഷെയർ ചെയ്യുവാനും പങ്കിടുവാനും ഒക്കെയുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. വീട്ടിൽ നിന്ന് കോടുകുളഞ്ഞിയിൽ നിന്ന് വന്ന എനിക്ക് കോടുകുളഞ്ഞിയിൽ പഠിക്കാൻ കിട്ടുന്ന ഒരു അന്തരീക്ഷമായിരുന്നില്ല PG ഹോസ്റ്റലിൽ വന്നപ്പോൾ. അവിടെ ഒരു റൂമിൽ 2-3 പേരുണ്ട്. പിന്നെ ഞങ്ങൾ മുതിർന്ന വിദ്യാർത്ഥികളായിരുന്നത് കൊണ്ട് ഞങ്ങളുടെ വാർഡന് ഞങ്ങളോട് ഒരു വലിയ നിർബന്ധമൊന്നുമില്ല. എപ്പോഴും ഹോസ്റ്റലിൽ വരണം, എപ്പോഴും ഹോസ്റ്റലിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വെളിയിലൊക്കെ പോകണമെങ്കിൽ സാറിൻ്റെ അനുവാദമില്ലാതെ, വാർഡൻ്റെ അനുവാദമില്ലാതെ ഞങ്ങൾക്ക് പോവുകയും വരികയും ചെയ്യാം. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വെളിയിലൊക്കെ പോകണമെങ്കിൽ പോകാം. ഹോസ്റ്റലിൽ ഭക്ഷണമുണ്ട്. അപ്പോൾ എങ്കിലും നമുക്ക് ആ ഭക്ഷണം വേണ്ട, നമുക്ക് വെളിയിൽ പോയി ഭക്ഷണം കഴിക്കാൻ രാത്രിയിൽ എപ്പം വേണമെങ്കിലും ഒരു സിനിമയ്ക്ക് പോകുന്നതിന് ഒന്നും ആരോടും ചോദിക്കേണ്ട കാര്യം, ചോദിക്കാതെ പോവുകയും വരികയും ചെയ്യാമെന്ന് അത്രയേറെ സ്വാതന്ത്ര്യമാണ്. അപ്പം കോടുകുളഞ്ഞിയിലെ ആ ഒരു ഗ്രാമത്തിൽ വളരെ നിയന്ത്രണത്തിലും കൃത്യമായ സമയത്ത് പഠിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ നിന്ന് മാറി വന്നൊരു സാഹചര്യത്തിൽ, അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ ആ ഒരു വർഷം കോളേജിനോട് എനിക്ക് PG ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പഠനത്തോട് അത്രയൊരു പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയില്ല. അതിൻ്റേതായ കുറവ് എനിക്ക് അന്ന് റിസൾട്ട് വന്നപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തോറ്റുപോയെന്നല്ല, എങ്കിലും റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച അത്രയും മാർക്ക് എനിക്ക് കിട്ടാനായിട്ട് സാധിച്ചില്ല. പക്ഷേ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് ഞാനത് മെച്ചപ്പെടുത്തിയെടുത്തു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അപ്പം ഞങ്ങളുടെ ആ PG ഹോസ്റ്റലിലെ താമസം എന്നോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇന്നും ഏകദേശം 50 വർഷമായി ഞാൻ അവിടുന്ന് PG ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് എങ്കിലും ഇന്നും പല വളരെ സുഹൃത്തുക്കളെ ഇന്നലെ പോലെ ഞാൻ അവരെ ഓർക്കുന്നുണ്ട്. PG ചാക്കോ, അദ്ദേഹം സുപ്രീം കോടതി ഒരു ജഡ്ജായിട്ടാണ് റിട്ടയർ ചെയ്ത് പുള്ളി ബാംഗ്ലൂരിൽ താമസിക്കുന്നു. സാമ്പലിപ്പ് എന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം തന്നെ എൻ്റെ റൂംമേറ്റ് ആയിരുന്നു. അദ്ദേഹം തിരുവല്ല മാർത്തോമ കോളേജിലെ ഒരു പ്രൊഫസറായിട്ടാണ് റിട്ടയർ ചെയ്തത്. അതുപോലെ തന്നെ VL ജോസ്, അതുപോലെ തന്നെ മറ്റ് ചന്ദ്രശേഖരന്, രാധാകൃഷ്ണന്, വിജയകുമാർ, ഇങ്ങനെയൊക്കെ കുറേ കൂട്ടുകാരെ എനിക്ക് സമ്പാദിക്കുവാനായിട്ട് ചെയ്യും. അവരോടൊപ്പം ഒന്നിച്ച് മുമ്പോട്ട് പോകാനായിട്ട്, അവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. പലരും സാമ്പത്തിക സ്ഥിതിയിൽ എല്ലാവരും വ്യത്യസ്ത ഇതാണ്. പലരും എന്നെക്കാളും വളരെ സാമ്പത്തിക സ്ഥിതി കുറഞ്ഞവർ, എന്നെക്കാളും സാമ്പത്തിക സ്ഥിതി കൂടിയവർ, അങ്ങനെ വിവിധ സാഹചര്യങ്ങളും വ്യത്യസ്ത സ്വഭാവമുള്ളവരും ഒക്കെയാണ്. പല കാര്യങ്ങളും എനിക്ക് അവിടെ നിന്ന് പഠിക്കാനായിട്ട് സാധിച്ചു. മറ്റുള്ളവരുമായിട്ടൊന്ന് ഷെയർ ചെയ്തു പോകാനായിട്ട്, മറ്റുള്ളവരോട് പങ്കിടുവാനായിട്ട്, മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തുവാനായിട്ട്, അങ്ങനെയുള്ള ചില സ്വഭാവങ്ങളൊക്കെ ഞാൻ അറിയാതെ തന്നെ എന്നിൽ ഉണ്ടായത് PG ഹോസ്റ്റലിലെ എൻ്റെ താമസമാണ്. ഞാൻ നേരത്തെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് തന്നു വിടുമായിരുന്നു. അപ്പം കഴിക്കാൻ തന്നു വിടുമ്പം ഞാനത് ഹോസ്റ്റലിൽ കൊണ്ടുവരും. ഹോസ്റ്റലിൽ വെച്ചത് ഞാൻ എൻ്റെ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് കൊടുക്കും. ചില ദിവസമൊക്കെ ഞാൻ തന്നെ അത് വീട്ടിൽ തന്നെ എൻ്റെ പെട്ടിയിൽ തന്നെ വെക്കുകയും എൻ്റെ ടേബിളിൻ്റെ വളരെ സൂക്ഷിച്ച് ആരും കാണാതെ വെക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ അത് ഞാൻ അറിയാതെ തന്നെ, ഞാൻ ഇല്ലാത്ത സമയത്ത് ഞാൻ അങ്ങോട്ടും പോകുമ്പോൾ ഞാൻ അറിയാതെ എടുത്തു. അത് ആദ്യമൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം പിന്നാണ് മനസ്സിലായത് അതങ്ങനല്ല, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയും പങ്കിടുകയും അവരും ആവശ്യത്തിനാണല്ലോ എടുത്തത് എന്നൊരു തോന്നലുമൊക്കെ എന്നിൽ തന്നെ ഉണ്ടാകുകയാണ്. ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് ചോദിച്ചാൽ, ഞാൻ വലിയ അവധിക്ക്, അതായത് ആദ്യത്തെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് വീട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ നല്ലൊരു മുണ്ടും ഷർട്ടുമായിട്ടാണ് വന്നത്. നല്ല മുണ്ടും നല്ല ഷർട്ടുമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടതുമായിരുന്നു. ഞാൻ കോളേജിൽ അന്ന് മുണ്ടും ഷർട്ടുമാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കോളേജിൽ വന്ന ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഞാൻ ഉപയോഗിച്ചില്ല. ഒന്നീ പള്ളിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിലോ അത് ഇടാമെന്ന് വിചാരിച്ച് പെട്ടിക്കകത്ത് തന്നെ മടക്കി സൂക്ഷിച്ച് വെച്ചിരുന്നു. 2 ദിവസം, ഒരാഴ്ച കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പം എൻ്റെ ഒരു കോളേജിലെ തന്നെ എൻ്റെ എൻ്റെ റൂംമേറ്റ് അല്ല, എൻ്റെ ഹോസ്റ്റൽ മേറ്റായ ഒരു വിദ്യാർത്ഥി, മറ്റൊരു സുഹൃത്ത് അതേ തരത്തിലുള്ള ഷർട്ടും മുണ്ടും ഇടുന്നുകൊണ്ട് വരും. അപ്പോൾ ഞാൻ നോക്കിയപ്പം, പക്ഷേ അവൻ എന്നെ കണ്ടപ്പം തന്നെ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുക്കലോട്ട് വന്നു. എന്നോട് പറഞ്ഞു, എനിക്ക് തേച്ച ഷർട്ടുകളും
എല്ലാ ഷർട്ടുകളും മുഷിഞ്ഞു, അത് നനച്ചതില്ല, തേച്ചതില്ല, അത് കാരണം നിൻ്റെ വീട്ടിൽ നോക്കിയപ്പോൾ ഇത് കണ്ടു, ഞാൻ എടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും വിഷമമായി. ഞാൻ ആദ്യമായിട്ട് ഞാൻ ഉപയോഗിച്ചതല്ല, ഞാൻ വിഷമമായിട്ട് ഉപയോഗിച്ചതിന്. പക്ഷേ അവൻ എന്നെക്കാളും വളരെ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു. പക്ഷേ എനിക്കത് വളരെ വിഷമമായി. എങ്കിലും പിന്നീട് അവൻ്റെ അപ്രോച്ചാണ് എന്നെ കൂടുതലും നിശബ്ദനാക്കിയത്. കാര്യം എന്നെ നിശബ്ദനാക്കിയത് കാര്യം അവൻ വന്ന് എന്നോട് ചിരിച്ചുകൊണ്ടാണ് ഇത് ഞാൻ എടുത്തു എന്ന് എന്നോട് പറയുകയും, അപ്പം ഒരു സുഹൃത്ത് എന്ന മട്ടില്ല. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഇടപെടാനും ഒക്കെയുള്ള ഞാൻ അറിയാതെ തന്നെ എന്നിലുള്ള സ്വഭാവം രൂപീകരിക്കുവാനായിട്ട് ഹോസ്റ്റലിലെ ജീവിതം. അപ്പം ഹോസ്റ്റലിൽ അതുപോലെ തന്നെ ചാപ്പലിൽ ഞായറാഴ്ചകൾ, എല്ലാ ഞായറാഴ്ചയും ചാപ്പലിൽ ഈവനിങ് സർവീസ് ഉണ്ട്. അന്ന് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അവിടെ പിന്നീട് പ്രിൻസിപ്പളായ റവറൻ നെൽസി ജോൺ അച്ഛനാണ്. അച്ഛൻ്റെ നേതൃത്വത്തിലാണ് അവിടുത്തെ ആ ചാപ്പൽ സർവീസിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ ഹോസ്റ്റലുകളെല്ലാം കൂടി 3 ഹോസ്റ്റലുകളും കൂടി ചേർന്ന് പ്രോഗ്രാമുകളുണ്ട്. ഒന്നിലെ ഓണാഘോഷ പരിപാടികൾ, ക്രിസ്മസ് പ്രോഗ്രാം, അതുപോലെ തന്നെ ആനുവൽ ഗെറ്റ് ടുഗദറാണ്. ആനുവൽ ഗെറ്റ് ടുഗദർ കാർണിവൽ എന്നാണ് പറയുന്നത്. ആനുവൽ കാർണിവലുണ്ട്. ഇത് 3ഉം നടക്കും. ഇത് 3ഉം നടക്കുന്നത് ലീഗ് ഹോസ്റ്റലിൽ വെച്ചാണ്. ലീഗ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെണ്ണുങ്ങളുടെ ഹോസ്റ്റലാണ്. അപ്പം അന്നത്തെ കാലത്ത് ക്ലാസ് റൂമിന് വെളിയിൽ പെൺകുട്ടികളുമായിട്ട് സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യുന്നത് ഒരു സാഹചര്യമില്ല. ആരെങ്കിലും വളരെ ചുരുക്കമായിട്ട് ചിലർക്ക് സംസാരിച്ചായിട്ടുണ്ടാകാം, പക്ഷെ സംസാരിച്ചാൽ തന്നെ അതൊരു വലിയ സംഭവമായിട്ടാണ് അന്നത്തെ കാലത്ത് അറിയപ്പെട്ടത്. അതുകൊണ്ട് ഈ ലേഡീസുമായിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്, അപ്പം ലീഗ് ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു അവസരമാണിത്. അപ്പോൾ ആ ദിവസങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതും അപ്പം ലീഗ് ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെല്ലാം. PG ഹോസ്റ്റലിലുള്ളവർക്കും ആശ്രിത ഹോസ്റ്റലിലുള്ള എല്ലാവർക്കും ചെല്ലാം. ഓരോ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാം. PG ഹോസ്റ്റലിൽ ഞങ്ങൾ അന്ന് അവതരിപ്പിച്ചത് ഒരു നാടകം അവതരിപ്പിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അന്നൊരു പെണ്ണിൻ്റെ വേഷം, സ്ത്രീയുടെ വേഷം ആണ് ഞാൻ ആക്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ കാലത്തെ പോലെ ലേഡീസ് വന്ന് ഒരു നാടകത്തിൽ ലേഡീസ് വന്ന് അതേപടി അല്ല, ആണിനെ പെണ്ണാക്കി മാറ്റിക്കൊണ്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാനൊരു ലേഡിയായിട്ട് ആക്ട് ചെയ്തതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെയുള്ള അതുപോലുള്ള ഒന്നിച്ചു പോകാനും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. സേമസ് PG ഹോസ്റ്റലിലെ ജീവിതം. അതിനുശേഷം PG ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് കോളേജിൽ ഞങ്ങളുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനലിറ്റിക്കൽ കെമിസ്ട്രിയിലാണ് ഞാൻ MSc ബിരുദം എടുത്തത്. അനലിറ്റിക്കൽ കെമിസ്ട്രിയിലാണ് 9 വിദ്യാർത്ഥികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനലിറ്റിക്കൽ കെമിസ്ട്രി കേരളത്തിൽ അന്ന് ഒരു യൂണിവേഴ്സിറ്റിയാണ് ഉണ്ടായിരുന്നത്, കേരള യൂണിവേഴ്സിറ്റി മാത്രം. അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങി, പക്ഷേ കേരള യൂണിവേഴ്സിറ്റി ഏകദേശം തിരുവനന്തപുരം മുതൽ ഏതാണ്ട് തൃശ്ശൂർ വരെ ഉള്ളവരെല്ലാം ഒരേ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ അനാലിറ്റിക്കൽ കെമിസ്ട്രി, MSc അനാലിറ്റിക്കൽ കെമിസ്ട്രി ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനം CMS കോളേജ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 9 പേരാണ് അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. ആ 9 പേര് ലാബിൽ ഒരു കോപ്പറേറ്റീവ് മെൻറ്റാലിറ്റി ഉണ്ട്. അവിടെ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CMS കോളേജിലാണെങ്കിൽ അവിടെ ഞങ്ങൾക്ക് അറ്റൻഡേഴ്സ് ഉണ്ട്. 1ഉം 2ഉം അറ്റൻഡേഴ്സ് ലാബിലുണ്ട്. പക്ഷേ അവരാരും ഞങ്ങളെ സഹായിക്കത്തില്ല, അവരെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കത്തുള്ളൂ. അപ്പോൾ അവിടെ അപ്പാർട്ടസ് വാഷ് ചെയ്യുന്നതും തിരിച്ചു വെക്കുന്നതും എടുക്കുന്നതും അതുപോലെ അവിടെ സൊല്യൂഷൻ ഉണ്ടാക്കുന്നതും എല്ലാം ഞങ്ങൾ തന്നെയാണ്. അപ്പം അതൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാനായിട്ട് പഠിച്ചു. ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി അവിടെ നിന്നുണ്ടായി. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഒരു ബ്യൂററ്റ് ഒരാളുടെ ഉണ്ടായിരിക്കാം, മറ്റൊരാൾക്ക് ബ്യൂററ്റ് ഇല്ല, അല്ലെങ്കിൽ മറ്റൊരാൾക്കൊരു ഗ്ലാസ് റോഡില്ല. ഇത് എൻ്റെ നിന്ന് അവൻ എടുക്കുകയും അവൻ്റെ നിന്ന് എന്നെ എടുക്കുകയും അങ്ങനെയൊക്കെയുള്ള. അപ്പം ഓരോരുത്തർക്കും പ്രത്യേകം അപ്പാർട്ടസ് എല്ലാം പ്രത്യേകം അസൈൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ലാബ് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പം ആ അപ്പാർട്ടസ് എല്ലാം തിരിച്ചു കൊടുക്കണം. ഏതെങ്കിലും നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഫൈൻ ആ ഇൻഡിവിജ്വൽ വ്യക്തിയാണ് കൊടുക്കേണ്ടത്. എങ്കിൽ തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ഒരാൾക്ക് അല്ലെങ്കിൽ കൊടുക്കുകയും ഒരാളുടെ പൊട്ടിപ്പോയാൽ കൊടുക്കുകയും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഹോസ്റ്റലിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് കിഡ്സ് അപ്പാർട്ടസ് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അവിടെ ആ കിഡ്സ് അപ്പാർട്ടസിൽ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ഉണ്ടാക്കാനായിട്ടാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്തും ആ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് അയൺ സൾഫൈഡും അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡും ഒക്കെ നമ്മൾ തന്നെ ആഡ് ചെയ്യേണ്ടി. അതൊരു ദിവസം ഞാനാണ് ചെയ്തത്. പക്ഷേ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ കിഡ്സ് അപ്പാർട്ടസ് പൊട്ടിപ്പോയി. അപ്പോൾ അത് എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റാണ്. കാര്യം ഞാൻ സൾഫ്യൂരിക് ആസിഡ് വെള്ളത്തിലോട്ട് ഒഴിക്കാം, പക്ഷേ അത് ഹൈലി എക്സോതെർമിക് റിയാക്ഷൻസ് ആണ്. പെട്ടെന്ന് ചൂടുണ്ടാകും. ആ ചൂടുണ്ടായിട്ട് കിഡ്സ് അപ്പാർട്ടസ് പൊട്ടുകയായിരുന്നു. പക്ഷേ ആ കിഡ്സ് അപ്പാർട്ടസ്, അപ്പം ഞങ്ങളുടെ പ്രൊഫസർ ഇത് കണ്ടു, ഇത് അറിഞ്ഞ് വന്നു. അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ വില 300 രൂപയാണ്, ആ 300 രൂപ താൻ തരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അന്നത്തെ കാലത്തെ 300 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് 1 വർഷം ഹോസ്റ്റലിൽ കൊടുക്കേണ്ട പൈസ ആ 300 രൂപയുള്ളൂ. അപ്പോൾ ഓർക്കണം, അന്നേരം ആ 300 രൂപ ഒരാൾ തന്നെ എടുക്കാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ എൻ്റെ മറ്റുള്ള 9 പേരോട് ഞാൻ പറഞ്ഞു, ഈ 300 രൂപ എനിക്ക് തന്നെ എടുക്കാൻ പറ്റത്തില്ല. ഒരിക്കലും എനിക്ക് വീട്ടിൽ ചെന്ന് പറയാനോ അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അത് കിട്ടുവാനോ ഉള്ള സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ എന്നോട് സഹായിക്കണം. നമുക്ക് എല്ലാവർക്കും കൂടെയാണ് ഞാൻ
ഈ ഗ്യാസ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പക്ഷേ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അവരെല്ലാവരും കൂടെ എല്ലാവരും 30 രൂപ ഇതെടുത്തപ്പം 10 പേരായപ്പോൾ 300 രൂപ കൊടുക്കാൻ എനിക്ക് പറ്റി. അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു സംഭവമാണ്. കാര്യം അപ്പോൾ അവർ പറയുക, എൻ്റെ കൂട്ടുകാരനോട് പറയുക, നീ പൊട്ടിച്ചത്, നീ അത് എടുത്തോണമെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാനൊക്കെ 300 രൂപ കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ എന്നെ രക്ഷിച്ച എൻ്റെ ആ കൂട്ടുകാരോടൊക്കെയുള്ള ആ പ്രതിബദ്ധതയും അവരുടെയുള്ള സ്നേഹവും കരുതലും ഇപ്പോഴും എന്നോടുള്ള സ്നേഹവും കരുതലും ഒക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ CMS കോളേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ലെക്ചറിങ് ആണ്, അവിടെ ടീച്ചിങ് അല്ല. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഞാൻ CMS കോളേജിലേക്ക് വരുമ്പോൾ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ഒരു ടീച്ചിങ് ആണ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അവിടെ പഠിപ്പിക്കും, അവിടെ നോട്ട് തരും, ക്വസ്റ്റ്യൻ പറഞ്ഞുതരും, ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയും. അന്ന് നമ്മൾ അതുപോലെ അങ്ങ് പഠിച്ചിട്ട് പരീക്ഷ എഴുതിയാൽ മതി. അതുകൊണ്ട് ഒരു വ്യത്യാസമില്ല, അത് പരീക്ഷയ്ക്ക് വരികയും ചെയ്യും, പരീക്ഷയ്ക്ക് നമുക്ക് നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് BSc എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അതേസമയത്ത് CMS വന്നപ്പോഴത്തേക്ക് അത് നിലനിർത്താൻ എനിക്ക് പറ്റിയില്ല. കാരണം CMS കോളേജിൽ ലെക്ചറിങ് ആണ്. ലെക്ചറിങ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ തന്നെ തിങ്ക് ചെയ്താണ് ആൻസർ കണ്ടുപിടിക്കണം. അവർ ക്വസ്റ്റ്യൻ പറയും, പക്ഷേ ആൻസർ പറയത്തില്ല. ആൻസർ നമുക്ക് ഉണ്ടാക്കാം, എന്നിട്ട് നമുക്ക് അവരോട് ചോദിക്കാം വെദർ ദിസ് ആൻസർ ഈസ് കറക്റ്റ് ഓർ നോട്ട്. എപ്പോഴും ഒരു വൈ എന്നുള്ളൊരു ചോദ്യം, വൈ ദിസ് ഈസ് ഹാപ്പനിങ്. ഒരു സോൾട്ട് വെള്ളത്തിലിട്ടാൽ അത് ഡിസോൾവ് ചെയ്യും, ചില സോൾട്ട് വെള്ളത്തിലിട്ടാൽ ഡിസോൾവ് ചെയ്ത് തരാം. വൈ സം ആർ ഡിസോൾവിങ്, സം ആർ നോട്ട് ഡിസോൾവിങ്. ഇങ്ങനെയുള്ള ഒരു ചോദ്യവും ആൻസറും ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലാണ് CMS കോളേജിലൊക്കെ. അപ്പോൾ CMS കോളേജിലെ പഠനമൊക്കെ ഒരു പ്രത്യേകതയാണ്, എല്ലാം കൊണ്ടും പ്രത്യേകതയുള്ള ഒരു കോളേജ് CMS കോളേജ്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ 9 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. 9 പേർക്കും റാങ്ക് ഉണ്ട്. കാര്യം 10 റാങ്കാണ് CMS കോളേജിലെ ഒരു കോഴ്സിന് യൂണിവേഴ്സിറ്റി പറയുന്ന 10 റാങ്ക്. 11ാമത്തെ റാങ്ക് തൊട്ട് അവരെ കൂട്ടത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് 10 പേർക്കും റാങ്ക് ഉണ്ട് എന്നുള്ളതാണ്. 9 പേർക്കും റാങ്ക് ഉണ്ട്. അത് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾ ഞാനിപ്പോഴും ഓർക്കുന്നത് PD തോമസ് എന്നാണ്. PD തോമസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് അദ്ദേഹം റിസർച്ച് എടുത്തിട്ട് വളരെ പ്രശസ്തമായ ഒരു സയൻറ്റിസ്റ്റായിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. PD തോമസ്. അദ്ദേഹത്തിന് മാത്രമേ അന്ന് ഞങ്ങളുടെ ഇതിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയുള്ളൂ. അത് 60% ആയിരുന്നു. അതേസമയത്ത് ബാക്കിയുള്ളവരെല്ലാം 3-4-5 പേർക്ക് സെക്കൻഡ് ക്ലാസ് കിട്ടി, ബാക്കിയുള്ളവർക്ക് തേർഡ് ക്ലാസ്സുമാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് സെക്കൻഡ് ക്ലാസ്സാണ് കിട്ടിയത്. പക്ഷേ എന്നാലും എനിക്ക് പല കാര്യങ്ങളും അവിടുന്ന് പഠിക്കാനായിട്ട് പോയിട്ട് കെമിസ്ട്രിയിൽ ഇൻട്രസ്റ്റ് തുടങ്ങിയതും കെമിസ്ട്രി പഠിക്കാൻ ശരിക്കും തുടങ്ങിയതും നേരത്തെ തൊട്ടേ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും കൂടുതൽ കാര്യകാരണ സഹിതം പഠിക്കാൻ തുടങ്ങിയത് CMS കോളേജിൽ പഠിക്കാൻ തുടങ്ങിയപ്പോഴും, അതുപോലെ തന്നെ പിന്നീട് എനിക്ക് CMS കോളേജിൽ ജോലി കിട്ടിയപ്പോഴുമാണ് ഞാൻ കെമിസ്ട്രി ശരിക്കും പഠിച്ചു തുടങ്ങിയത് എന്ന് എനിക്ക് പറയാൻ പറ്റും. അതൊന്നും ഒരു കുറവായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. അതൊക്കെ എൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിന് കൂടുതൽ കരുത്തുകയായിരുന്നു ആ പഠന രീതിയൊക്കെ. അതുപോലെ തന്നെ CMS കോളേജിലെ ജോലിയിൽ ജോലി കിട്ടിയതും ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഞാൻ പഠിച്ച് ഇറങ്ങിയ സമയത്ത് 74-75 കാലത്ത് ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് കോളേജുകളിലൊന്നും ജോലിയില്ല. ആ വേക്കൻസികളില്ല. വേക്കൻസികൾ ഇല്ലാഞ്ഞിട്ടല്ല, വേക്കൻസി അനൗൺസ് ചെയ്യുന്നില്ല. കാരണം 1972 പ്രൈവറ്റ് കോളേജുകളിൽ ഡയറക്റ്റ് പേയ്മെൻറ്റ് വന്നത്. 1972 വരെ കോളേജുകളിൽ മാനേജ്മെൻറ്റാണ് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. മാനേജ്മെൻറ്റാണ് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. അധ്യാപകർക്ക് ശമ്പളം കൊടുത്തിരിക്കുന്ന മാനേജറാണ്. വിദ്യാർത്ഥികളുടെ നിന്ന് ഫീസ് എടുക്കുന്നതും മാനേജറാണ്. പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻറ്റ് കിട്ടും. ഇതൊക്കെ കൊണ്ടാണ് കോളേജിൻ്റെ ചെലവുകളും അധ്യാപകരുടെ ശമ്പളമൊക്കെ കൊടുത്തിരുന്നത്. 1972 ആൻ്റണി ഗവൺമെൻറ്, AK ആൻ്റണി ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോഴാണ് അന്ന് വലിയൊരു സമരം നടക്കുകയും സമരത്തിൻ്റെ ഭാഗമായിട്ട് മാനേജ്മെൻറ്റിനെ നിയന്ത്രിക്കാൻ വേണ്ടി എല്ലാ അധ്യാപകർക്കും ഡയറക്റ്റ് പേയ്മെൻ്റ് ആക്കി. ഗവൺമെൻറ്റിൽ നിന്ന് ഡയറക്റ്റ് സാലറി കൊടുക്കുക. അപ്പം ഗവൺമെൻറ് സാലറി കൊടുക്കും, അധ്യാപകരുടെ നിയമത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഗവൺമെൻറ് കൊണ്ടുവരും. അപ്പോൾ അവിടെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ രൂപപ്പെടുത്തേണ്ടത്. അതിനുവേണ്ടി ഈ 72 മുതൽ 74 വരെ ഒരൊറ്റ കോളേജുകളിലും ഒരു വേക്കൻസി പോലും ആരെയും എടുക്കാതെ വേക്കൻസി അനൗൺസ് ചെയ്യാതെ അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ വേക്കൻസി ഒന്നും ഇല്ലാതിരുന്ന സമയത്ത്, പക്ഷേ 74-75 ആയപ്പോഴത്തേക്ക് ചില കോളേജുകളൊക്കെ CMS കോളേജ് പോലുള്ള കോളേജുകളിലൊക്കെ വേക്കൻസി അനൗൺസ് ചെയ്യുകയും കിട്ടാനും തുടങ്ങി. ഇപ്പോൾ CMS കോളേജ്, ബിഷപ്പ് കോളേജ് അന്നുണ്ട്. ഈ 2 കോളേജിലും ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് CMS കോളേജിൽ കിട്ടുകയും ചെയ്തു. പക്ഷേ കോളേജിൽ കാലാവധി 1 വർഷം ഞാൻ പഠിത്തത്തിന് ശേഷം 1 വർഷം ഞാൻ വെറുതെ എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പഠനം തുടങ്ങിയപ്പം തൊട്ട്, ഞാൻ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം തൊട്ട് ഞാൻ ട്യൂട്ടോറിയലിൽ പഠിപ്പിക്കാനാണ് തുടങ്ങിയത്. കോടുകുളഞ്ഞിയിലെ ട്യൂട്ടോറിയൽ, ചെങ്ങന്നൂർ, പന്തളം, തിരുവനന്തപുരം ഒക്കെ ട്യൂട്ടോറിയൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഞാൻ മറ്റ് ജോലികളും ശ്രമിച്ചു. കാരണം ട്യൂട്ടോറിയൽ കോളേജിലെ അത്ര
പെർമനൻറ്റ് ജോലിയല്ല, പെൻഷനില്ല, ഒന്നുമില്ല. നമുക്ക് അവർക്ക് എപ്പം വേണമെങ്കിലും നമ്മളെ പിരിച്ചുവിടാം. അതുകൊണ്ട് കോളേജിൽ ഒരു പെർമനൻറ്റ് ജോലി കിട്ടുക എന്നുള്ളത് ഞാൻ അപ്പം അപ്പോഴും ഞാൻ ഈ സമയത്ത് തന്നെ മറ്റ് ജോലികളും ഞാൻ ശ്രമിച്ചിരുന്നു. AGS ഓഫീസ്, അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സീക്രട്ട് സർവീസാണ് റിസർച്ച് അനാലിസിസ് വിങ്, റോ എന്ന് പറയും. അവിടെയൊക്കെ ഞാൻ ജോലിക്ക് അപേക്ഷിച്ചു. പക്ഷേ ഇവിടെയൊക്കെ ജോലിക്ക് ഞാൻ പോകുമ്പോഴും എനിക്കത് കിട്ടണമെന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലില്ല. കാരണം എൻ്റെ ഇതൊരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അധ്യാപകനാകുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതനുസരിച്ച് ഞാൻ അതാണ് എൻ്റെ ചിന്തയും അതുപോലെ എൻ്റെ ആഗ്രഹവും മനസ്സിലുള്ളൂ. പക്ഷേ മറ്റാരോടും ഞാൻ പറഞ്ഞില്ല. കാര്യം കോളേജിൽ ഒരു സെക്കൻഡ് ക്ലാസ് ഉള്ള എനിക്ക് കോളേജിൽ അധ്യാപകനായിട്ട് കിട്ടാനുള്ള സാധ്യത കുറവ്. അതുപോലെ തന്നെ കോളേജുകളിലെ വേക്കൻസി നമ്പർ കുറവ്. ഇതുകൊണ്ടൊക്കെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലായിരുന്നു. എങ്കിലും എൻ്റെ മനസ്സിലുണ്ട്. അത് കാരണം ഒരു അധ്യാപകനാകണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളത് വേറെ മറ്റൊരു വസ്തുതയാണ്. കാരണം കോടുകുളഞ്ഞി തന്നെ ഒരു അധ്യാപകരുടെ ഒരു കൂട്ടമാണ്. കോടുകുളഞ്ഞി ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ കോടുകുളഞ്ഞിയിൽ ജനിച്ചതും വളർന്നു വന്നതും. ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ സൺഡേ സ്കൂൾ പഠിക്കുമ്പോൾ അവിടെ സൺഡേ സ്കൂൾ സൂപ്പറുണ്ട് പോത്തൻ സാർ. സൺഡേ സ്കൂളിൻ്റെ മറ്റ് സാറിനെ പഠിപ്പിക്കുന്ന പലരും അധ്യാപകരാണ് അവിടെ പഠിപ്പിക്കാൻ വരുന്നത്. അവരെല്ലാം സാറും അല്ലാതെ തന്നെ എല്ലാവരും വിളിക്കുന്നവരാണ്. അതുപോലെ തന്നെ പള്ളിയിലെ 2 കൈക്കാരന്മാർ, പോത്തൻ സാറും ജോസഫ് സാറും, അവർ 2 സാറുമാരാണ്. പഴയ ഹെഡ് മാസ്റ്റർമാരാണ് അവർ 2 പേരും. അതുപോലെ പഴയ DEOമാർ, പഴയ AEOമാർ, അങ്ങനെയുള്ളവരാണ് പള്ളിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നവരും. കോടുകുളഞ്ഞിലുള്ള എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരു ടീച്ചർ വീതം ഉണ്ടാകുന്നവർ. അതേ രീതിയിലാണ്. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ സിസ്റ്റേഴ്സ് 3 പേരും ടീച്ചേഴ്സാണ്. അതുകൊണ്ട് ഒരു ടീച്ചറാകണം, ഒരു അധ്യാപകരാണ്. അതുകൊണ്ട് സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് എനിക്ക് ആഗ്രഹം തോന്നിയുമില്ല. കോളേജിൽ ഏതായാലും ദൈവം എൻ്റെ ചിന്തയും എൻ്റെ മനസ്സും അനുസരിച്ച് ദൈവം ഈ CMS കോളേജിൽ തന്നെ എനിക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. കോളേജിലെ ജീവിതവും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിരുന്നു. എനിക്ക് 100% പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു ജോലിയായിരുന്നു കോട്ടയം CMS കോളേജിലേത്. അങ്ങനെയാണ് CMS കോളേജ് ജോലി ചെയ്യുകയും അതനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയും ഞാൻ ചെയ്തു.